AKG സെൻറ്ററിലെ ക്യാപ്സൂൾ റൂമിൽ ഒരുപാട് ക്യാപ്സൂളുകൾ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ഏൽക്കുന്നില്ല എന്നുള്ളതാണ്. നിതേഷ് കുമാർ എന്ന് പറയുന്ന സാധാരണ വിജയിച്ചവരെയാണ് ഏതെങ്കിലും ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണല്ലോ. വിജയിച്ചുകൊണ്ട് നിൽക്കുന്ന ഇപ്പോൾ നമ്മുടെ ജോൺ ബ്രിട്ടാസിനെ യഥാർത്ഥത്തിൽ കൈരളി ചാനൽ ഏൽപ്പിച്ചെന്തെന്ന് പറഞ്ഞാൽ വിജയിച്ച ഒരാളെന്നുള്ള നിലയിലാണ്. പിന്നെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും വീണ്ടും വലിയ ശമ്പളം കൊടുത്ത് ബ്രിട്ടാസ് രാജാവാണെന്ന് പറഞ്ഞ് രാജകീയമായി എഴുന്നള്ളത്ത് കൊണ്ടുവന്നു. അതനുസരിച്ചുള്ള പ്രോഗ്രാമൊക്കെയാണ് ബ്രിട്ടാസ് നടത്തുന്നത്. ഞാനും കൈരളിയിൽ 3-4 ചർച്ചയ്ക്കൊക്കെ പോയിരുന്നു. അപ്പോൾ ബ്രിട്ടാസ് ഈ ആങ്കറാണ്, വേറെ ആരുമല്ല, വെറും ഒരു സാധാ ആങ്കർ എന്ന് പറഞ്ഞാൽ വലിയ ആളോ ചെറിയ ആളോ എന്നുള്ള അർത്ഥത്തിൽ കുറ്റം പറയുന്നതല്ല, ഒരു ആങ്കർ എന്ന് പറയുന്ന കാറ്റഗറി വരുന്ന ആളാണ്. പക്ഷേ എല്ലാ ഗസ്റ്റുമാരും വന്നിരുന്നതിന് ശേഷം ലൈറ്റൊക്കെ ഇട്ട് കോട്ടൊക്കെ ഇട്ട് ജോൺ ബ്രിട്ടാസ് ആങ്കറായിട്ട് വരണത് തന്നെ ഒരു ഒന്നൊന്നര സംഭവമാണ്. കാരണം അദ്ദേഹത്തിന് കഴിവുണ്ട്, അതുകൊണ്ട് അവർക്ക് അങ്ങനെ അല്ലെങ്കിൽ ചാനലിൽ ഇരിക്കാൻ പറ്റൂല, ചാനലിൽ അയാൾ നിൽക്കൂല, ഓടിപ്പക്കളെ. അതേസമയം ഇവിടെ ഒരു ക്യാപ്സൂൾ താരത്തിനെ കൊണ്ടുവന്ന് നികേഷ് കുമാറിനെ, അയാൾ തോറ്റ ആളല്ലേ. തോറ്റെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയായിട്ടും തോറ്റു, ചാനൽ നടത്തിയും തോറ്റു. അപ്പോൾ തോറ്റ ജന്മമാണത്, ജയിച്ച ആളല്ല, ജീവിതത്തിൽ വിജയിച്ച ആളല്ല, ഒരിടത്തും വിജയിച്ച ആളല്ല. അങ്ങനെയുള്ള ഒരാളിനെ കൊണ്ടെടുത്ത് ക്യാപ്സൂൾ ഉണ്ടാക്കി വി.ഡി. സതീശൻ പറയുന്ന പോലെ ഒരു 10 ക്യാപ്സൂൾ ഒരു ദിവസം വി.ഡി. സതീശൻ ഇറക്കും. അപ്പോൾ അങ്ങനെയാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോയപ്പോൾ എന്നാൽ ഷാനിമോൾ ഉസ്മാൻ ഇപ്പുറത്തോട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വലിയ രൂപത്തിൽ എന്തിറക്കിയത്, ക്യാപ്സൂൾ ഇറക്കിയത്. ഇന്നലെ 2 ദിവസം അത് ഓടി, ഇന്നലെ ഓടി. പക്ഷേ അതിനകത്തൊരു സങ്കടകരമായ കാര്യം, ഷാനിമോൾ ഉസ്മാൻ്റെ വാപ്പ മരിച്ചിട്ട് 10 ദിവസമായിട്ടേ ഉള്ളൂ. എങ്കിലും ഈ മിനിമം ഒരു സഹതാപമെങ്കിലും ഈ ക്യാപ്സൂൾ ഇറക്കിയ ചേട്ടന്മാരും ഈ കാർഡ് ഇറക്കിയവരും ഒന്ന് മനസ്സിലാക്കിയില്ല. അവർ കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. കോൺഗ്രസിനകത്തുള്ള വളരെ വളരെ സൗമ്യമായ, നമ്മൾ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് വീഡിയോ ചെയ്തവരാണ്, വളരെ സൗമ്യമായിട്ടുള്ള ഒരു മുഖമാണ് ഷാനിമോൾ ഉസ്മാൻ. അവർ മുസ്ലിം വനിതയാണ്, അവർ തട്ടമിടുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്. ഇതെല്ലാമാണെങ്കിലും വളരെ സാത്വികമായി ചാനൽ ചർച്ചകളിലാകട്ടെ, അതുപോലെ തന്നെ വളരെ മറ്റ് കാര്യങ്ങൾ പറയുന്നതാകട്ടെ, രാഷ്ട്രീയ പ്രതികരണം, ബിന്ദുകൃഷ്ണയൊക്കെ കുറച്ചൊന്ന് ഓവറാണ് പറയുമ്പോൾ, ചില ഇപ്പോൾ കുറച്ചൊരു എതിരാളിയൊക്കെ വല്ലാതെ കുത്തി നോവിക്കും. പക്ഷേ ഇത് യാതൊന്നുമില്ലാതെ വളരെ സാത്വികമായി കോൺഗ്രസിനകത്ത് നിൽക്കുന്നതാണ്. അവർ AICCയുടെ എന്തോ ഭാരവാഹിയാണ്. പലപ്പോഴും അവരെ ഒതുക്കാറുമുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകളെ ഒതുക്കുക എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ. ഈ ചവിട്ടുമല്ലോ, ആ ചവിട്ട് ഒരുപാട് കൊണ്ടിട്ട് നിൽക്കുന്ന, അകത്തുനിന്ന് തന്നെ ഒരുപാട് ചവിട്ട്. അപ്പോഴാണ് പുറത്തുനിന്നും കൂടി ഇങ്ങനെ ഒരു കുത്തു വന്നത്. ഒരിക്കലും ശരിയായില്ല. ഇങ്ങനെ വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്താണ് CPM-നകത്തുള്ള ഉള്ള സ്നേഹവും കൂടി, ജനങ്ങൾക്ക് ഉള്ള സ്നേഹവും കൂടി പോകുന്നത്. വർഗവഞ്ചക, എന്ത് വർഗവഞ്ചക? അവരൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പോലെ ഒരു ദിവസം അവരൊരു വലിയ കുടുംബത്തിൽ ജനിച്ച സ്ത്രീയെ, വളരെ വലിയൊരു അഡ്വക്കേറ്റായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്തൊരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് പരീക്ഷണം നടത്തി. കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണനെ പിടിക്കാൻ പരീക്ഷണം വിജയിച്ചു. 1 പ്രാവശ്യം വിജയിച്ചു. പിന്നെ 2 പ്രാവശ്യം അവരുടെ കഴിവുകൊണ്ട് അവരവിടെ ജനങ്ങളുമായിട്ട് നല്ല സംവേദനം നടത്തിയതുകൊണ്ട് പിന്നെ അവരവിടെ ജയിച്ചു. ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ജയിച്ചു. അവരതുകൊണ്ട് തൊഴിലാളി വർഗ പാർട്ടിയിൽ വന്ന് SFIയിലൂടെ DYFIയിലൂടെയൊക്കെ വന്ന്, അവർ മഹിളാ അസോസിയേഷനിലൂടെയൊക്കെ വന്ന് രക്തം മുഴുവൻ മാർക്സിസ്റ്റ് അരച്ച് കിളക്കി കുടിച്ച് വന്ന സ്ത്രീയാണോ? ഒന്നുമല്ല. അവർ സ്വതന്ത്ര പോലെ വന്നു, 3 പ്രാവശ്യം മത്സരിച്ചു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി. പിന്നെ അവർ മാറിയപ്പോൾ അവർ പോയപ്പോൾ ആൾ വർഗവഞ്ചക. കൂടെ നിന്നാൽ കൊള്ളാം, മാറി നിന്നാൽ ദുഷ്ടൻ. കൂടെ നിന്നാൽ നല്ലവൻ, മാറി നിന്നാൽ വർഗവഞ്ചക. എന്തൊരു നാടാണ്! അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഷാനിമോൾ ഉസ്മാനെ ഇത്രയും വളരെ ഹീനമായും മോശമായും ഒരു പരിപാടി നടത്തിയത്. അത് ശരിയായില്ല. ശക്തമായി അവർ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയാണെന്നും ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണെന്നും അക്കരൊക്കെ പരിഗണന കൊടുക്കണം. കാരണം ജാതി പറഞ്ഞതല്ല, പല പരിഗണനകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. സമൂഹത്തിൽ നമുക്ക് പരിഗണനകൾ ഒരുപാട് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുമ്പോൾ സാത്വികമായ ഒരു വനിതയുടെ പിറകെ ഈ കാടുകളുമായി പോയവർ അധമ വികാരം തന്നെയാണ്. അതൊരു കാരണവശാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നൊരു പോസിറ്റീവ് രാഷ്ട്രീയമേ അല്ല.